ഇന്ന് മരയിച്ച് ചത്തില്ലെങ്കിൽ പിന്നെ കാണുമ്പോഴേ ഐശ്വര്യ പറഞ്ഞേ പെർഫെക്റ്റ് കപ്പിൾ. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മുടെ US ട്രിപ്പിന്റെ ഡേ 3-ഉം ഡേ 4-ഉം ആണ്. സ്റ്റാർട്ട് ചെയ്യണേക്കാൾ മുന്നേ ഞങ്ങൾ എല്ലാം ക്രോസ് ചെക്ക് ചെയ്യാണ് ബസ് കാർഡ് ഉണ്ടോയെന്ന്. എങ്ങടെ പോണേ? നമ്മൾ ഫസ്റ്റ് പോകുന്നത് സ്റ്റാച്യു ഓഫ് ലിബർട്ടി കാണാനാണ്. പക്ഷെ നടക്കുമെന്ന് അറിയില്ല, കാരണം ഇന്ന് നല്ല ഫോഗുള്ള ദിവസമായിരുന്നു. അവിടെ കയറുന്നേക്കാൾ മുന്നേ സെക്യൂരിറ്റി ചെക്ക് ഉണ്ട്. അപ്പം നമ്മൾ ജാക്കറ്റ്സും എല്ലാം ഊരി വയ്ക്കണതിൻ്റെ ഡിഫിക്കൽറ്റി ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ നടക്കണ കാണുമ്പോഴേ ഐശ്വര്യ പറഞ്ഞേ പെർഫെക്റ്റ് കപ്പിൾ. ഞങ്ങൾക്കാണെങ്കിൽ ഇവർ നടക്കണ കാണുമ്പോൾ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് വിത്ത് കുട്ടി, അതാണ് ഞങ്ങളിങ്ങനെ അവരെ തോന്നിക്കൊണ്ടിരിക്കുന്നത്. പുറമേന്ന് കാണുന്ന പോലെയല്ല, നല്ല വലുപ്പമുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിന്ന് നോക്കിയാൽ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ ഒരു ചെറിയത് ഫോഗായതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റണില്ല. പിന്നെ നമുക്ക് ഇനി എന്ന് ന്യൂയോർക്ക് വരുമെന്ന് അറിയാത്ത കാരണം കൊണ്ട് നമ്മൾ റീസ്കെഡ്യൂൾ ചെയ്യാനൊന്നും നിന്നില്ല, ക്യാൻസൽ ചെയ്യാനും നിന്നില്ല. വെതർ നോക്കിയപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞ് കഴിയുമ്പോൾ ഫോഗ് മാറുന്നു കണ്ടു. അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്തായാലും നമ്മൾ വിശക്കുന്നുണ്ട്, അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് ഇനി അത് കാണാൻ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ കയറി അത്യാവശ്യം ഭക്ഷണം കഴിച്ച് കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. നീ സിനിമാറ്റിക് ഉദ്ദേശിക്കുന്ന സ്ത്രീകൾ അതെ അതെ. നമ്മുടെ ടൈറ്റാനിക് എത്തി, എല്ലാവരും കുറിക്കും ആൾക്കെല്ലാം തെറി പറയായിരിക്കും ഇതൊക്കെ പറഞ്ഞു. ടൈറ്റാനിക്കിലെ പാട്ടായിരുന്നു കാണാൻ. നമ്മൾ ശരിക്കും പോയപ്പോൾ നല്ല ഫോഗ് ആയതുകൊണ്ട് നമുക്ക് ബോട്ടിൽ നിന്നുള്ള ഒരു ഫുൾ വ്യൂ കിട്ടിയില്ല. പക്ഷെ തിരിച്ചു വന്നപ്പോൾ നമുക്ക് ഫുള്ളായിട്ട് കാണാനും അടിപൊളിയായിട്ടും പറ്റി. ഇത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഒരു മോളിലേക്കാണ് ചെന്നിറങ്ങുന്നത്. അവിടെ നിന്ന് നേരെ പുറത്തിറങ്ങിയിട്ട് വേണം ഞങ്ങൾക്ക് വേൾഡ് ട്രേഡ് സെൻറ്റർ കാണാൻ പോകാനായിട്ട്. നമ്മൾ മോളുടെ ഉള്ളിൽ വരുമ്പോഴേക്കേ ഭയങ്കര കളർ വ്യത്യാസമൊക്കെ നോക്ക്. എന്തായാലും വെറുതെ അല്ലേ ഇവിടെ ഇട്ടോക്കുന്ന എല്ലാ സാധനങ്ങളും ഭയങ്കര അടിപൊളിയും. വീട്ടിൽ ചെല്ലുമ്പോൾ അതേ കളർ ഇട്ടേ. മോർണിംഗ് പുറത്തിറങ്ങി നേരെ വേൾഡ് ട്രേഡ് സെൻറ്ററിലേക്ക് നടക്കാണ്. പക്ഷേ ഒരു അപാര കാറ്റെന്ന് പറയില്ലേ, അത്ര അധികം ഉണ്ടായിരുന്നു. സൈഡിലാണെങ്കിൽ പടുകൂറ്റൻ ബിൽഡിങ്സ്. എനിക്കറിയില്ല, ഞാൻ ഇത്രയും വലിയ ബിൽഡിങ്സ് എനിക്ക് തോന്നുന്നു ടൊറൻറ്റോയിൽ പോലും കണ്ടിട്ടില്ല. ചിലതൊക്കെ ഭയങ്കര പഴയതും ചിലത് പുതിയതാണ്, പക്ഷെ ഭയങ്കര ടോള് വെറൈറ്റി ബിൽഡിങ്സാണ് എല്ലാം. ഇതാണ് വേൾഡ് ട്രേഡ് സെൻറ്റർ മുന്നിരുന്ന ബിൽഡിങ്. ഇവിടെ 2 ട്വിൻ ടവർ ഉണ്ടായിരുന്നു. സെപ്റ്റംബർ 11 അറ്റാക്കിൽ അത് ഡിസ്ട്രോയ് ആയിപ്പോയി. അതിനുശേഷം അവിടെ മരിച്ച ആൾക്കാരുടെ പേരുകളൊക്കെ ഈ ഒരു സ്ലാബിൽ എഴുതി വെച്ചേക്കുവാണ്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇതിൻ്റെ ഒരു മ്യൂസിയം പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗങ്ങളും എങ്ങനെയാണ് ഉണ്ടായതെന്നും അങ്ങനത്തെയൊക്കെ ഒരു ചെറിയ ഡെമോ തന്നുകൊണ്ട് ചെറിയ ചെറിയ പീസസും അതിൻ്റെ കൺസ്ട്രക്ഷൻ, ഓരോ ഫ്ലൈറ്റ് ഹൈജാക്ക് ചെയ്തതിൻ്റെയും അങ്ങനത്തെയൊക്കെ ഡീറ്റെയിൽസ് ഇതിൻ്റെ ഉള്ളിൽ ഫുള്ളുണ്ട്. കുറേ നടന്ന് കാണാനുണ്ട്. നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം കണ്ടു. വീഡിയോയിൽ കുറച്ച് ഭാഗങ്ങളേ ഉള്ളൂ. ഇത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ റൂമിലേക്ക് തിരിച്ചു പോയി. ഞങ്ങൾ എത്രയുണ്ട് ടെമ്പറേച്ചർ? -11. ടെമ്പറേച്ചർ ടൂർ ഗൈഡ് ഇന്ന് നമ്മൾ എങ്ങോട്ടൊക്കെയാണ് പോകുന്നത്? ഇന്ന് നമ്മൾ പോകുന്നത് അമേരിക്കൻ മ്യൂസിയം ഓഫ് നാഷണൽ ഹിസ്റ്ററി. അങ്ങനത്തെ
അത് കഴിഞ്ഞ് തൊട്ടപ്പുറത്തുള്ള സെൻട്രൽ പാർക്ക് പോകുന്നതായിരിക്കും. ഓക്കെ. അത് കഴിഞ്ഞ് ഹൈലൈൻ എന്ന് പറഞ്ഞൊരു എലവേറ്റഡ് റെയിൽവേയില് ഗാർഡൻ ആക്കി കൺവേർട്ട് ചെയ്തു. ലുക്കിക്ക് എന്തോ പറയാനുണ്ടോ? ചെൽസി മാർക്കറ്റ് ഒന്ന് പറഞ്ഞു കൊടുത്തേ. ലൂക്കയ്ക്ക് ഫുഡ് നാണം വന്നു. ലൂക്ക പറഞ്ഞു കൊടുത്തേ ചെൽസി മാർക്കറ്റിലൊക്കെ പോകുന്നുണ്ടെന്ന്. ഇന്ന് മരയിച്ച് ചത്തില്ലെങ്കിൽ പിന്നെ കാണാൻ. അത്ര ടെമ്പറേച്ചർ ഇല്ല. ഞാൻ ഇങ്ങനെ ടെമ്പറേച്ചർ ആൾക്കാർ അങ്ങനെ വരുമ്പോ പുക വന്നാൽ. ന്യൂയോർക്കിലെ വൺ ഓഫ് ദ ഡ്രോബാക്സ് സബ്വേസ് ആയാലും ബസ്സസ് ആയാലും ഒട്ടും വീൽ ചെയർ ഫ്രണ്ട്ലി അല്ല. ഡേ 1 തന്നെ നമ്മളത് മനസ്സിലാക്കിയതുകൊണ്ട് ഓൾമോസ്റ്റ് എല്ലാ പ്ലേസിലേക്കും ലൂക്കാച്ചൻ്റെ സ്ട്രോളറും ലൂക്കാച്ചനും വെച്ചെടുത്ത് സ്റ്റെപ്പ് കയറുമായിരുന്നു. നമ്മളിന്ന് മെയിനായിട്ട് കാണാൻ പോകുന്നത് മ്യൂസിയമാണ്. അവിടെ മെയിനായിട്ടുള്ള അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൈനോസേഴ്സാണ്. പക്ഷേ ഡൈനോസറിനെ കാണുന്നേക്കാൻ മുന്നേ ലൂക്കാച്ചനെ കുറച്ച് എൻ്റർടൈൻ ചെയ്ത് കുറച്ച് ചില്ലാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ കുറച്ച് സ്റ്റഫ്ഡ് ആനിമൽസിനെയൊക്കെ കാണിച്ച് അവനെ എന്തൊരു കാര്യമായിട്ടുള്ള ചർച്ചയാന്ന് നോക്ക്. ഡൈനോസേഴ്സിൻ്റെ സ്കെൽട്ടനും അതിൻ്റെ ഹിസ്റ്ററിയും ഇങ്ങനത്തെ ഓരോന്നോരോന്ന് കണ്ടു വായിച്ച് ആഷിക്കും അതിലും വേറെ ഏതോ ലോകത്തെത്തിയ പോലെയായിരുന്നു. അവരൊരു 2-3 hours എങ്കിലും ഇതിൻ്റെ ഉള്ളിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും. ഞാനും ഐശ്വര്യയാണെങ്കിൽ ഒരു 3-4 എണ്ണം കണ്ടു കഴിഞ്ഞപ്പോൾ ഓക്കെ മതി ടയർഡായി എന്ന് പറഞ്ഞ് ഒരു മൂലയ്ക്ക് പോയി മാറിയിരുന്നു. പിന്നെ ഇത് മൊത്തം കണ്ടത് അവരാണ്. എനിക്കറിയില്ല, ചിലപ്പോൾ അവർക്ക് അത് ഇൻട്രസ്റ്റ് ഉള്ള അറിഞ്ഞുകൊണ്ടായിരിക്കും അതിങ്ങനെ കാണാമെന്നുള്ളത്. എനിക്കിതെല്ലാം ഒരേപോലെയായിരുന്നു. അവരിതൊക്കെ കണ്ട് എല്ലാം എൻജോയ് ചെയ്ത് വന്നപ്പോഴേക്കും രാത്രിയായി. പിന്നെ ബാക്കി പ്ലാൻസ് ഒന്നും നടക്കില്ല എന്ന് തീരുമാനിച്ച് ഞങ്ങളവിടെ തൊട്ടടുത്തൊരു മോളുണ്ടായിരുന്നു. അയ്യോ ഭയങ്കര പോഷായിട്ടുള്ള മോള്. അത് ഡെക്കറേറ്റ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ എൻ്റെ പൊന്നി അതൊരു ഞാൻ ഇതുവരെ ലൈക്ക് നാട്ടിൽ പോലും ഇങ്ങനെ ഇത്രയും ഡെക്കറേറ്റ് ചെയ്ത് കണ്ടിട്ടില്ല. ഞാൻ ഐശ്വര്യയാണെങ്കിൽ ലൂക്കാൻ്റെ ഒരു ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ലൈറ്റിൻ്റെ ഇടയിൽ ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ അവൻ കിടന്ന് വരെ പോവാണ്. പിന്നെ ഞങ്ങൾ 1-2 സ്റ്റോറിലൊക്കെ കയറി എനിക്ക് ടോപ്പൊക്കെ നോക്കി പിന്നെ ഞങ്ങൾ മടങ്ങി. അങ്ങനെ നമ്മുടെ ന്യൂ ഇയേഴ്സ് ട്രിപ്പ് എൻഡ്. സബാഷ്. അപ്പൊ നമ്മൾ ന്യൂയോർക്കിന് വിട പറയുകയാണ് സുഹൃത്തുക്കളെ. വിട പറയുകയാണ്. ഗോയിങ് ബാക്ക്. സൈനിങ് ഓഫ് ഫ്രം ന്യൂയോർക്ക് സിറ്റി. ബാക്ക് ടു കാനഡ. ഇതായിരുന്നു നമ്മുടെ എയർബിഎൻബിയുടെ പുറത്തേക്ക് ഇറങ്ങിയാലുള്ള നമ്മുടെ വ്യൂ. ഫുൾ ബിൽഡിങ്സും അതൊക്കെ കാണാൻ പറ്റുമായിരുന്നു. ഈ വീഡിയോ ഞങ്ങൾ തിരിച്ചു പോണ വഴി എടുത്തതാണ്. ഞങ്ങൾക്കാണെങ്കിൽ ഹെവി സ്നോ സ്റ്റോം ഉണ്ടായിരുന്നു. അപ്പോൾ ഓൾമോസ്റ്റ് ഞങ്ങൾക്ക് വിചാരിച്ച സ്പീഡിൽ വീടെത്താൻ പറ്റിയില്ല. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.